സർക്കാർ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന കണക്കുകൾ അനുസരിച്ചാണ് എങ്കിൽ നികുതി വരുമാനം 1.27 ലക്ഷം കോടിയാണ്. ചെലവ് ചുരുക്കാനും സാധിച്ചു. അങ്ങനെ വരവും ചെലവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഈ ബജറ്റ് പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ പോലെ ഒപ്പം ഈ ഓട്ടോ തൊഴിലാളികൾക്ക് അവർക്ക് ഓട്ടോ മാറ്റി വാങ്ങണമെങ്കിൽ അത് ഇലക്ട്രിക് ഓട്ടോയിലേക്ക് മാറ്റുന്നുവെങ്കിൽ 40,000 രൂപയുടെ സബ്സിഡി, അങ്ങനെയൊക്കെയുള്ള ക്ഷേമത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു ബജറ്റ് അങ്ങനെയല്ലേ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അഭിലാഷ്, ഈ ബജറ്റിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്, ഒപ്പം ജനകീയമായ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങളുമുണ്ട്. ഒരുപക്ഷെ നമുക്ക് പ്രാഥമികമായി നോക്കിക്കാണാവുന്ന കാര്യം KN ബാലഗോപാലിൻ്റെ മുൻകാല ബജറ്റുകളെ അപേക്ഷിച്ചുള്ള ചില വലിയ പ്രഖ്യാപനങ്ങളും ചില ഒരുപക്ഷെ സാധ്യമാകുമോ എന്ന ആകാംക്ഷയുള്ള ചില പ്രഖ്യാപനങ്ങളും അതിൽ കടന്നു വരുന്നു എന്നതാണ്. KN ബാലഗോപാലിൻ്റെ കഴിഞ്ഞകാല ബജറ്റുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചെറിയ സമയദൈർഘ്യം എടുത്തുകൊണ്ട് വളരെ റിയലിസ്റ്റിക്കായ പ്രഖ്യാപനങ്ങൾ എന്ന് പൊതുവിൽ ഈ സാമ്പത്തിക വിദഗ്ധരടക്കം പങ്കുവച്ചിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെയാണ് മുൻകാല ബജറ്റുകൾ കണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ വരുമ്പോൾ ഈ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നു, കൂടുതൽ സമയദൈർഘ്യമുണ്ട് എന്നതും പ്രത്യേകതയാണ്. ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നു പോകുമ്പോൾ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ അഭിലാഷ് പറഞ്ഞതുപോലെ സമസ്ത മേഖലകളെയും പരാമർശിക്കുന്നു. അതായത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന സർക്കാരിന് വേണ്ട ഒരു കരുതൽ നടത്താൻ പോകുന്ന ബജറ്റ് എന്നത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസംഘടിത മേഖലയെയും സംഘടിത മേഖലയെയും ഒരുപോലെ കരുതലും തലോടലുകളും ഒക്കെ ഈ ബജറ്റിലൂടെ കടന്നു വരുന്നു എന്നതാണ്. അതായത് അസംഘടിത മേഖലയെ നമുക്ക് പരാമർശിക്കുമ്പോൾ ഒരുപക്ഷെ അല്പം റിസർച്ചും ഒരുപക്ഷെ ഇതിൻ്റെ ബജറ്റ് തയ്യാറാക്കിയവർ നടത്തിയിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചില പരാമർശങ്ങളുണ്ട്. നമുക്കറിയാം, ഓൺലൈൻ ഡെലിവറി ഏജൻറ്റുമാർ അസംഘടിത മേഖലയിലുള്ളവരാണ്, മറ്റു പരിരക്ഷകളൊന്നുമില്ലാത്തവരാണ്. അവർക്ക് പ്രത്യേക പരിരക്ഷയും പ്രഖ്യാപനവും ഇതിൽ കടന്നു വരുന്നു എന്നതാണ്. അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്, അവരുടെ വിശ്രമത്തിനു വേണ്ടി വലിയ തരത്തിൽ പുതിയ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമുണ്ട്. നമുക്കറിയാം, ഇൻഷുറൻസ് ഓൺലൈൻ ഡെലിവറി ഏജൻറ്റുമാർ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വളരെ വ്യാപകമായൊരു തൊഴിൽ മേഖലയാണ്. യുവാക്കളടക്കം നിരവധി ആളുകൾ അതിൽ പ്രായഭേദമില്ലാതെ പരിധിക്കപ്പുറമുള്ള ആളുകൾ പോലും ഡെലിവറി ഏജൻറ്റുമാരായി പങ്കെടുക്കുന്ന തൊഴിൽ മേഖലയാണ്. അപ്പോൾ അത്തരം ആളുകളെ പരിഗണിച്ചു പോകുന്നതിലൂടെ സർക്കാർ സ്വാഭാവികമായും തങ്ങൾ അത്തരം ആളുകളുടെയും സംരക്ഷകരാണ് എന്ന പ്രഖ്യാപനമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവർക്ക് പുതിയ ഇൻഷുറൻസ് പ്രഖ്യാപനം ഉണ്ടാവുന്നത്. മറ്റൊന്ന്, ഓട്ടോ ടാക്സി തൊഴിലാളികളാണ്. നമുക്കറിയാം എത്ര വലിയൊരു ഗ്രൂപ്പാണ് സംസ്ഥാനത്ത് ഓട്ടോ ടാക്സി മേഖലയിൽ പണിയെടുക്കുന്നവർ. അവർക്കുള്ള കരുതൽ കൂടി നടത്തുന്നു. അവർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് വരുന്നു. മറ്റൊന്ന്, ഹരിതകർമ്മ സേനാ അംഗങ്ങളാണ്. അവർക്കും ആ തരത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ, ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ നൽകുന്നു എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ അസംഘടിത മേഖലയിൽ നിൽക്കുന്ന ഈ വിഭാഗം ആളുകളെയൊക്കെ സർക്കാർ പരിഗണിക്കുന്നു എന്ന തോന്നൽ ഉളവാക്കാൻ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്നാണ് സംഘടിത മേഖല. എന്താണ് സംഘടിത മേഖല എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം, സർക്കാർ ജീവനക്കാരാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സർക്കാർ ജീവനക്കാർ. എല്ലാ സർക്കാരുകളും സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക കരുതൽ നടത്താറുണ്ട്. കഴിഞ്ഞകാല ബജറ്റുകളിലൊന്നും എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് വലിയ നീക്കിയിരിപ്പ് നടത്തിയിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ ഈ ബജറ്റിൽ ആ നീക്കിയിരിപ്പുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നോക്കുക, സർക്കാർ ജീവനക്കാരും വിരമിച്ച പെൻഷൻകാർക്കുമായുള്ള പദ്ധതികളും നീക്കിയിരിപ്പുകളും വളരെ വിശദമാണ്. ഒന്ന്, ശമ്പള വർധനവിനു വേണ്ടിയുള്ള കമ്മീഷൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. മറ്റൊന്ന്, അവരുടെ DA കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനമുണ്ടാകുന്നു. മറ്റൊന്ന്, ഈ പെൻഷൻ പദ്ധതി, പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി കണ്ടെത്തിയിരിക്കുന്നത് അഷ്വേർഡ് പെൻഷൻ എന്ന പുതിയൊരു സാധ്യതയാണ്. അതായത് അഷ്വേർഡ് പെൻഷൻ പദ്ധതിയാണ് ഏപ്രിൽ മുതൽ നടപ്പിലാക്കാൻ പോകുന്നത്. അത് പ്രകാരം ഇനി മുതൽ 50%, അതായത് നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% പെൻഷൻ ഉറപ്പാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത് എന്നതാണ്. ഇതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. എന്തായാലും വമ്പൻ പ്രഖ്യാപനങ്ങൾ ആ തരത്തിൽ കടന്നു വന്നിട്ടുള്ളത് ഉണ്ട് എന്നതുകൂടി ഇതിൽ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ അസംഘടിത മേഖലയും സംഘടിത മേഖലയും സർക്കാർ ജീവനക്കാരെ അടക്കം പരാമർശിക്കുന്ന ചില പ്രത്യേകതകൾ കൂടി കടന്നു പോകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലെ നമുക്ക് പരാമർശിച്ച് പോവേണ്ടതുണ്ട്. അതിലൊന്ന് ഈ കട്ടപ്പന തേനി തുരങ്കപാതയാണ്. അതായത് ഇടുക്കി എന്ന ജില്ല പരമാവധി കേരളത്തിൽ നിന്ന് പലപ്പോഴും ഒറ്റപ്പെട്ട ജില്ലയാണ്, പരിഗണന കിട്ടാതെ പോകുന്ന ജില്ലയാണ് എന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തമിഴ്നാടും കേരളവുമായി ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കപാതയുടെ സാധ്യതയിലേക്ക് സർക്കാർ കടക്കുന്നു. ഒരുപക്ഷെ അതിൻ്റെ സാധ്യതകൾ എത്രമാത്രമുണ്ടെങ്കിലും ഒരു കയ്യടി നേടുന്ന അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന ഒരു പ്രഖ്യാപനമായി ബജറ്റിൽ അത് മാറുന്നു എന്നതാണ്. 10 കോടിയാണ് സാധ്യതാ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുള്ളത് ക്ലീൻ പമ്പ എന്ന പദ്ധതി പ്രഖ്യാപനമാണ്. അതിനൊരു രാഷ്ട്രീയം കൂടി കടന്നു വരുന്നുണ്ട് എന്നത് നമുക്ക് നിരീക്ഷിച്ച് പോവാം.
പോവാം. കേന്ദ്ര സർക്കാരിൻ്റെ ഗംഗ, അത് നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്ലീൻ ഗംഗ എന്ന തരത്തിൽ ഗംഗാ നദിയുടെ മലിനീകരണം മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ചില പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. സമാനമായി ക്ലീൻ പമ്പ എന്ന പദ്ധതി കൂടി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. നമുക്കറിയാം, ശബരിമല സമീപകാലത്ത് ഏറ്റവും വിവാദ വിഷയമാണ്. അപ്പോൾ പമ്പാ നദിയെ കൂടി പരാമർശിച്ചു പോയി ഒരു പുണ്യ നദിയാണ് പമ്പ എന്ന പരിഗണന കൂടി കൊടുത്തുകൊണ്ടാണ് പമ്പാ നദിയുടെ ക്ലീനിങ് ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരൊക്കെ പമ്പാ നദിയുടെ മലിനീകരണമൊക്കെ പരാമർശിച്ച് പോയതുമാണ്. അപ്പോൾ സ്വാഭാവികമായും ക്ലീൻ പമ്പ എന്നൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമായും അല്പം കൗതുകത്തോടു കൂടി ഈ ബജറ്റിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് പരാമർശിച്ചു പോകേണ്ട കാര്യമാണ്. മറ്റു പ്രഖ്യാപനങ്ങളെല്ലാം ഏറെക്കുറെ സമാനമാണ്. മുൻ ബജറ്റുകളിലൊക്കെ ഉണ്ടാവുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും വളരെ പെട്ടെന്ന് നമ്മൾ ഏതൊക്കെ മേഖലകളെയാണ് ഈ ബജറ്റ് കവർ ചെയ്തു പോകുന്നത് എന്നതും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികൾ എന്നതും ഒന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം എന്നത് 1000 രൂപ ഉയർത്തിയിരിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ അംഗനവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനം 500 രൂപ ഉയർത്തിയിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തി. ഒരുപക്ഷെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് ആശാ വർക്കർമാരുടെ പ്രതിഷേധ സമരങ്ങൾ ആയിരുന്നു. 15000 രൂപയെങ്കിലും അവർക്ക് ഒരു പ്രതിമാസം എന്ന നിലയിലേക്ക് ശമ്പളം ഉയർത്തണം എന്നതായിരുന്നു. ഇപ്പോഴിതാ 1000 രൂപ കൂടി സർക്കാർ ഉയർത്തുന്നു എന്നതാണ്. പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തിയിട്ടുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ 25 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. സാക്ഷരതാ പ്രേരകന്മാർക്കുള്ള പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആ മേഖലയിൽ ഏതാണ്ട് കൃത്യമായി പരാമർശിച്ചു പോകുന്ന എല്ലാ വിഭാഗങ്ങളെയും പരാമർശിച്ചു പോകുന്നതാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കരാർ അടിസ്ഥാനത്തിലും ദിവസവേതന അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ 5% വർധനവ് വരുത്തുക എന്നതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം. പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ 1000 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഒപ്പം ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയരോഗബാധിതരുടെ പെൻഷൻ അതും 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ആണ് പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞത്. 12ാം പേ കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 മാസത്തിനകം റിപ്പോർട്ട് വാങ്ങി ഇത് നടപ്പിലാക്കും എന്ന് പറയുന്നു. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങൾ അതിവേഗത്തിലാക്കും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇപ്പോഴത്തെ നീക്കങ്ങൾ കാണുമ്പോൾ അങ്ങനെ വേണം നമുക്ക് അനുമാനിക്കാൻ. അതിൻ്റെ വിശദാംശങ്ങളാണ് നേരത്തെ സജിത്ത് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം സൂചിപ്പിക്കേണ്ട ഒന്ന് എന്നത് DA അതായത് DA അതോടൊപ്പം തന്നെ DR ഗഡുക്കൾ അതും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് കൈ നിറയെ എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.